നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോയ സീസണിൽ ബാഴ്സലോണയിലേക്ക് എത്തി മോശമല്ലാത്ത പ്രകടനം നടത്തിയ ഇംഗ്ലീഷ് സൂപ്പർ താരം മാർക്കസ് റാഷ്ഫോർഡ് ഇതാ ബാഴ്സലോണയോട് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിടവാങ്ങൽ കുറിപ്പിട്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ബാഴ്സലോണ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ടത് വെക്കുകയായിരുന്നു. ആന്റണി ഗോർഡനെ എത്തിച്ചതോടുകൂടി റാഷ്ഫോർഡിൻ്റെ വഴി അടയുകയും ചെയ്തു. അദ്ദേഹം തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ പോകുന്നു. റാഷ്ഫോർഡ് ഇതാ വിടവാങ്ങൽ കുറിപ്പിട്ടിരിക്കുന്നു. അദ്ദേഹം കുറിക്കുന്ന ഇങ്ങനെയാണ്: ഇവിടെയുള്ള എൻ്റെ സമയം വളരെ മികച്ചതും അവിസ്മരണീയവുമായ ഒരു അനുഭവമാക്കി മാറ്റിയതിന് ബാഴ്സലോണ ക്ലബ്ബിലെ എല്ലാവരോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. ഒപ്പം അനേകം പ്രത്യേക ഓർമ്മകളും ഞാൻ കൂടെ കൊണ്ടുപോകുന്നു. വരാനിരിക്കുന്ന സീസണിൽ ക്ലബിനും അതിൻ്റെ എല്ലാ ആരാധകർക്കും എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഞാൻ നേരുന്നു. വിസ്ക എൽ ബാഴ്സ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പോൾ ബാഴ്സലോണയോട് വിട പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കസ് റാഷ്ഫോർഡിന് ബാഴ്സലോണയിൽ തുടരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ക്ലബ്ബ് ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു താല്പര്യമൊക്കെ ക്ലബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. 28-കാരനായിട്ടുള്ള താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത ഘട്ടത്തിലാണ് ബാഴ്സലോണയിലേക്ക് എത്തിയത്. അവിടെ വന്ന് അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ പോകുന്നു. ഇനി അവിടെ തുടരുമോ അതല്ല മറ്റ് ലോണിൽ പോകുമോ എന്നുള്ളത് കണ്ടറിയണം. നമുക്കറിയാം 2025 അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ ലോണിൽ കളിച്ചിരുന്നു. പിന്നെയാണ് ബാഴ്സലോണയിലേക്ക് എത്തിയത്. ബാഴ്സയിൽ മോശമില്ലാത്ത പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇതാ വിട പറഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.